നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ കടന്നു ചെല്ലാൻ പാടില്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. 14 രാജ്യങ്ങളുമായാണ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ഈ രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചും ഇന്ത്യയിലേക്കുമുള്ള വിമാന സർവീസുകൾ അനുവദനീയമാക്കിയിട്ടുമുണ്ട്. എന്നാൽ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ചില രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് നീട്ടുകയും ചെയ്തിട്ടുണ്ട്, പുതുതായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിലുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പ്രത്യേക സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് കൊമേഴ്സ്യൽ സർവീസുകൾ നിശ്ചിത കാലയളവിലേക്ക് നടത്താനായി 2 രാജ്യങ്ങൾ തമ്മിൽ ഏർപ്പെടുത്തുന്ന താൽക്കാലിക കരാറാണ് എയർ ബബിൾ കരാർ എന്ന് പറയപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയിൽ നടത്തുന്ന പ്രത്യേക സർവീസ് കൂടിയാകുന്നു ഇത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് മാസത്തോടെയാണ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത്. അതേസമയം മെയ് മാസത്തോടെയാണ് മറ്റു രാജ്യങ്ങളിലുള്ള പ്രവാസി ഇന്ത്യക്കാരുടെ മടക്കത്തിനായി വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിച്ചത്. എന്നാൽ ഈ വിമാന സർവീസുകളിൽ നിന്നും വ്യത്യസ്തമാണ് കരാറിൽ ഏർപ്പെടുന്ന ഇരു രാജ്യങ്ങളിലേക്കും യാത്ര അനുവദിക്കുന്ന എയർ ബബിൾ സംവിധാനം എന്നത് ഓർത്തുകൊള്ളുക. പല രാജ്യങ്ങളും അന്താരാഷ്ട്ര സർവീസുകൾ ഘട്ടം ഘട്ടമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിലൂടെയും രോഗവ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലൂടെയും പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ജർമ്മനിയുമായും ഫ്രാൻസുമായും ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യമായി കണക്കാക്കിയിട്ടില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. ഒക്ടോബർ 1 മുതൽ ദക്ഷിണാഫ്രിക്കയിൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യക്കാർക്ക് അവിടേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. എങ്കിൽ തന്നെയും എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ മറ്റൊരു രാജ്യം ഹോങ്കോങ് ആണ്. ഇന്ത്യ ഉൾപ്പെടെ 32 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിലക്കില്ലാത്ത രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ താമസിച്ച ശേഷം കുവൈറ്റിലേക്ക് മടങ്ങാൻ അവസരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, ഭൂട്ടാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറാഖ്, ജപ്പാൻ, മാലദ്വീപ്, നൈജീരിയ, ഖത്തർ, UAE, UK, US എന്നീ 14 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.